ഇനി നിന്റെ ഡയലോഗ് പറ. അളിയൻ പറഞ്ഞോ? എന്നെ അളിയൻ പറ, ഏത് ഡയലോഗ്? കൈയെടുത്ത് അളിയനും. പിന്നെ സുഹൃത്തെ, ഞാൻ ഈ സ്ക്രിപ്റ്റുമായിട്ട് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ഞാൻ ഡയറക്ടറാണ്. അല്ലത് പറഞ്ഞില്ലല്ലോ. ഈ ഡയറക്ടറിന്റെ കസാര ഏത് കിഴങ്ങം കയറി ഇരുന്നെന്ന് പറഞ്ഞാലും അവരെ വിളിക്കേണ്ട സാറേ എന്ന് വിളിക്കണം. അങ്ങനാണെങ്കിൽ പവിത്രനെ ഞാൻ സാറേ എന്ന് വിളിക്കാം. ഓക്കെ, അത് ന്യായം. ഇനി ഞാൻ പറഞ്ഞു തരുന്ന ഡയലോഗ് പറയണം. ഇനി നിന്റെ ഡയലോഗാണ്, ശ്രദ്ധിച്ചോട്ടോ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് നീയും അമ്മയും തമ്മിൽ എന്താണ് വ്യത്യാസം? പറ കേക്കട്ടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയും നീയും എനിക്ക് എന്താ വ്യത്യാസം? അത് കറക്റ്റാ. അയ്യോ, കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവാണ് ഭാര്യയുടെ കാര്യം നോക്കേണ്ടത്. അമ്മയുടെ കാര്യം നോക്കാൻ അച്ഛനുണ്ടല്ലോ. എന്നിട്ട് അല്ല, ഞാൻ ചോദിച്ചോട്ടെ, എവിടെയും പോവാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പോയിച്ചിങ്ങോ? ഞാൻ കറക്റ്റ് ഡയലോഗല്ലേ പറഞ്ഞത്. നിങ്ങൾക്ക് അതൊക്കെ പറയാം. ഈ സീരിയലുകാരുടെ അവസ്ഥ നിങ്ങൾക്ക് അറിയോ? അവർ ചെറിയ സിഗരറ്റോടിന്റെ കവറിനകത്ത് എഴുതുന്ന പോലെ 3-4 ഡയലോഗ് എഴുതി വെക്കുള്ളൂ. ഇതാണ് ഒരു എപ്പിസോഡ് പോണത്. അപ്പൊ നിങ്ങൾ ഇത്ര സ്പീഡിൽ പറഞ്ഞിട്ട് പോകരുത്. ഓരോ സാധനം പറഞ്ഞിട്ട് അതിൻ്റെതായിട്ട് ഇടവശം ഫില്ല് ചെയ്യണം. അതായത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞില്ലേ, ഹരി എന്താ ഈ പറയുന്നത്, അത് കഴിഞ്ഞ് നിർത്തണം. എന്നിട്ട് നമ്മുടെ പെർഫോമൻസാ. കണ്ണുരുട്ടണം, ശ്വാസം വലിച്ചു വിടണം, പെടലി അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കണം, പുരികം പൊക്കണം, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യും. അത് ചെയ്യുന്നല്ലേ അല്ലേ? ഇത് സീരിയലാണോ അതോ യോഗ ക്ലാസ് ആണോ? സീരിയൽ ഇത്ര സാധനം വേണം. ഇത്രയും വേണോ? പിന്നെ പോട്ടെ, തുടങ്ങും. ഒന്നുകൂടെ. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അമ്മയും നീയും തമ്മിൽ എനിക്ക് എന്താ വ്യത്യാസം? കണ്ണുവിട്ട്. അയ്യോ, കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയുടെ കാര്യങ്ങൾ നോക്കേണ്ടത് ഭർത്താവാണ്. കണ്ണുവിട്ട് പുരികം പൊക്ക്. ഞാൻ പുരികം പൊക്കണോ? നീ ഒന്നും പൊക്കണ്ട. നീ അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നിന്നിലേക്ക് റിയാക്ഷൻ വരികയാണ്. ഞാൻ എന്താ ചെയ്യണ്ടേ? ചേട്ടാ, നീ സീരിയലിൽ ആണുങ്ങൾ എന്തെങ്കിലും ചെയ്ത് നിങ്ങൾ എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? പഴം പുഴുങ്ങിയായിട്ട് നിൽക്കുക. പഴം പുഴുങ്ങിയതുപോലെ നിൽക്കുക. അവിടെ നിൽക്കുക. റിയാക്ഷൻ ഞങ്ങൾ എടുത്തോളാം. അമ്മ എന്നും അമ്മയല്ലേ? ഇല്ല, അമ്മ എന്നും അച്ഛൻ. പിന്നെ അതേ ഉള്ള ഡയലോഗ് അല്ലേ പറഞ്ഞത്? എന്റെ സുഹൃത്തെ, നിങ്ങൾ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല. നമ്മൾ ചെയ്യുന്നത് സീരിയലാണ്. സീരിയലിന് അതിൻ്റെതായ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അതായത് ഈ അമ്മ എന്നും അമ്മയല്ലേ, അത്രേ ഉള്ളൂ. അതിന്റെ കയ്യിൽ നിന്ന് ഒരു സാധനം കയറ്റി ഇടേണ്ട ആവശ്യമില്ല. കാരണം അത് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അമ്മ എന്നും അമ്മയല്ലേ, അത്ര മാത്രം പറയാം. അവരെഴുതി വെച്ചിട്ടുണ്ട്. അത് കയ്യിൽ നിന്ന് ഇടാൻ നിൽക്കില്ല. കാരണം ഇത് ചാനലിൽ നിന്ന് അപ്രൂവൽ കിട്ടിയ സ്ക്രിപ്റ്റ് ആണ്. ഇതോ അപ്രൂവലോ? ഇത് ആര് തന്നത്? ഈ ചാനലിന്റെ ഹെഡ്. ഹെഡിന് തന്നെ ദോഷം ആണല്ലേ? ഇയാൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുമോ? അപ്പൊ ആ ഡയലോഗ് ഒന്നുകൂടെ പറഞ്ഞു. അമ്മയെന്നും അമ്മയല്ലേ. അമ്മയെന്നും അമ്മയല്ലേ. നിങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ചങ്ങ് ഇരുന്നോ? ഇന്ന് വന്നിട്ട് ഷോപ്പിങ്ങിന് സിനിമയ്ക്ക് പോണോന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ? കണ്ണുവിട്ട് ശ്വാസം നേരെ വിട്. പെടലി വെട്ടിക്ക്. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്ക്. നീ പഴം പുഴിയ പോലെ അങ്ങ് നിന്നോണം. അത്രേ ഉള്ളു. ഇനി നിന്റെ ഡയലോഗാണ്. വളരെ ഭൂമിയോളം തകർന്നു നിൽക്കുന്ന മനുഷ്യനെ പോലെ പറയണം. നീ എന്നോട് ക്ഷമിക്കണം, ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് പോകാം. നീ ഇത്ര മതിയാവും. നീ എന്നോട് ക്ഷമിക്കണം, ഇനിയും ഉണ്ടല്ലോ നമുക്ക് സമയം പോകാൻ. ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. അപ്പൊ നീ പറഞ്ഞ ഡയലോഗാണ്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം? നിന്റെ സന്തോഷമല്ലേ എന്റെ സന്തോഷം? എന്റെ പ്രിയപ്പെട്ട മേനകെ, നീ എന്റെ എല്ലാമല്ലേ? എന്റെ പ്രിയപ്പെട്ട മേനകെ, നീ എന്റെ എല്ലാമല്ലേ? ദേഹത്തോട്ടുള്ള അഭിനയൊന്നും വേണ്ടേ? അല്ലാതെ അങ്ങനെ പറയുമ്പോ നീ വേറെ വല്ല കാര്യമുണ്ട്. നീ പറഞ്ഞ ഡയലോഗ് നീ പറഞ്ഞവേ. പിണക്കമൊക്കെ മാറിയല്ലോ. ഇനി വേഗം പോയി ഒരുങ്ങ്. എന്നിട്ട് 5 ലക്ഷം രൂപ വിലയുള്ള നെക്ലസ് ഇടാൻ മറക്കല്ലേ. എന്നിട്ട് ഏട്ടൻ പിറന്നാളിന് ഞാൻ കഴിഞ്ഞിടാം. ഏട്ടൻ പിറന്നാളിന് മേടിച്ചെന്ന ആ 5 ലക്ഷം രൂപയുടെ നെക്ലേസ് ഇടാൻ മറക്കല്ലേ. കൂട്ടത്തിൽ എന്റെ 150 രൂപയുടെ ഒറ്റമുണ്ടും എടുക്കാൻ മറക്കരുത്. ഓക്കെ, ആ സന്തോഷത്തിൽ പോവുകയാണ്. സന്തോഷത്തിന്റെ ഒരു സാധനം ഇതാ സന്തോഷം. ഒരു കറക്കം കൂടെ നടക്കും സാർ. അടുത്ത സീനിലേക്ക് പോണേ. ഉണ്ടല്ലേ? ഉറങ്ങി അല്ല, ആ സീൻ കട്ടാ. അടുത്ത ഡയലോഗ് നിന്റെയാണ്. സന്തോഷിച്ച് നിൽക്കുന്ന ഇദ്ദേഹത്തോട് നീ പറയുകയാണ്. അതായത് എല്ലാം നഷ്ടപ്പെട്ട് എന്തോ അപരാധം ചെയ്തു വെച്ചിരിക്കുന്ന ആ ഒരു ഫീൽ കിട്ടണം. നീ പറയാണ്, പിന്നെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ അമ്മയെ കൂടെ കൊണ്ടുപോയാലോ? ഞാൻ കൈ നീട്ടോട്ടെ.
മേനകെ മേനകെ ഷോപ്പിങ്ങിന് പോകുമ്പോ എന്റെ മാതാവിനെ കൂടെ കൂട്ടിയാലോ? പിന്നെ ഇത് ഭക്തി സീരിയലല്ലേ എന്ന് പറഞ്ഞ മാതാവിനെ കൂട്ടാൻ. എന്നാ എന്റെ അമ്മയോടെ കൂട്ടിയാലോ? അത് വളരെ ഇവിടെ തകർന്ന് നിൽക്കുന്ന പോലെ ചോദിക്കുക. എന്നാൽ സീരിയലിൽ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആണുങ്ങൾക്കൊന്നും ഒരു സംഭവം ഇല്ല. പഴമേനിക്കാന്ന് അങ്ങനെ പറ, അങ്ങനെ അത് പറഞ്ഞ ആ മേനകെ നമുക്ക് ഷോപ്പിങ്ങിന് പോകുമ്പോ എന്റെ അമ്മയെ കൂടെ കൂട്ടിയാലോ? ഇത് ഇവിടുത്തെയാന്നേ. നിങ്ങളെന്റെ വായിലിരിക്കുന്നത് പോലെ കേക്കും. നിങ്ങളെന്റെ വായിലിരിക്കുന്നത് വല്ല കേക്കും വെച്ചില്ല. ആ കുമ്മൊക്കെ വെക്ക് നിങ്ങള്. അല്ല, ഇതിൽ ഇല്ലാത്തത് പറയണ്ടെന്ന് പറഞ്ഞു സാറ്. ഞാനല്ലേ, ഞാൻ പറഞ്ഞു തരുന്ന പോലെ പറ. കുമ്മ വെച്ചു. നിങ്ങളെന്റെ വായിലിരിക്കുന്നത് പോലെ അത് കേൾക്കും. നിങ്ങളെന്റെ വായിലിരിക്കുന്നതല്ലേ കേക്കും. അടിപൊളി. നേരെ തിരിഞ്ഞിട്ട് ഇനി ക്യാമറ ഏകമാണ്. ക്യാമറയിലേക്ക് ഇതൊക്കെ പറയാണ്. എന്തിനും ഏതിനും ആ തള്ളയില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലല്ലേ? തള്ളയില്ലാതെ നിങ്ങൾക്ക് പറ്റില്ലല്ലേ? ഈശ്വരാ, എന്തൊരു വിധിയാണിത്. എന്തൊരു വിധിയാണിത്. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ ദിവസം മുതൽ കേൾക്കുന്നതാ. ഞാൻ ഈ വീട്ടിൽ വന്ന് കയറിയ ദിവസം മുതൽ കേൾക്കുന്നതാ. ഈ തള്ള 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 ഒരു തള്ള തള്ള തള്ള. ഒരു പ്രായം കഴിഞ്ഞാൽ ഈ തള്ളമാർക്ക് ചത്തുകൂടെ? ഒരു പ്രായം കഴിഞ്ഞാൽ ഈ തള്ളമാർക്ക് ചത്തൂടെ? നേരം വെളുക്കുമ്പോ എഴുന്നേക്കും. പ്രാർത്ഥനയോട് കൂടി പ്രാർത്ഥന. പ്രാർത്ഥനയോട് പ്രാർത്ഥന. അത് കഴിഞ്ഞ് നേരം വെളുക്കുമ്പോ തുടങ്ങും തീറ്റയോട് തീറ്റ. നേരം വെളുക്കുമ്പോ തുടങ്ങും തീറ്റയോട് തീറ്റ. ഇനി നടക്കണോ? ഇനി നാം പറഞ്ഞല്ലോ ഒരു ക്യാമറ അവിടെ നിൽപ്പുണ്ട്. ആ ക്യാമറയിലായിരിക്കും എപ്പോഴും നമ്മുടെ നോട്ടവും കാര്യങ്ങളും ഒക്കെ. അവിടുന്ന് ഇങ്ങോട്ടോ പിടഞ്ഞൊന്നും പോലെ. ഓക്കെ, പിടിഞ്ഞു. ഞാൻ എപ്പോഴും പഴപ്പം പിഴുങ്ങിയായിട്ട് വിടല്ലേ? നിന്നെ പുഴുങ്ങി നിർത്തിയോ? ഓക്കെ. ഈ തല അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണോണ്ട് കുഴപ്പമില്ല. ഒരിക്കലും തിരിക്കുന്ന കുഴപ്പമില്ല. പക്ഷെ കണ്ണുരുളണം, ശ്വാസവും വിടണം. ഏതു നേരം നോക്കിയാലും പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഏത് നേരം നോക്കിയാലും പ്രാർത്ഥനയോട് പ്രാർത്ഥന. പ്രാർത്ഥന ഇല്ലാത്ത സമയത്തോ? പ്രാർത്ഥന ഇല്ലാത്ത സമയത്തോ? ഏതു നേരവും തീറ്റി. ഏത് നേരം തീറ്റി. രാവിലെ എഴുന്നേക്കുന്നു, തിന്നുന്നു, പ്രാർത്ഥിക്കുന്നു. ഉച്ചയ്ക്ക് വരുന്നു, തിന്നുന്നു, പ്രാർത്ഥിക്കുന്നു. അതെ, വൈകുന്നേരം കാപ്പി കുടിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ അടുത്ത് ഒറ്റ പ്രാർത്ഥന കാരണം ഞാനത് വായിക്കട്ടെ. നിൽക്കുക. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ ഒറ്റ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം. ഓക്കെ, പിടിച്ചോ. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം ദൈവം തമ്പുരാൻ പോലും മേലോട്ട് വിളിക്കുന്നില്ലല്ലോ. എങ്ങനെ വിളിക്കും? അവിടെ ചെന്നാൽ ദൈവത്തിന് പോലും ഈ തള്ള സ്വൈര്യം കൊടുക്കത്തില്ലല്ലോ. ഒരു എക്സ്പ്രഷൻ എടുത്തു. മറ്റത് പറഞ്ഞില്ല, എത്രയോ പേര് വണ്ടിയിടിച്ചും പാമ്പ് കടിച്ചും മരിക്കുന്നു. ഈ തള്ളക്ക് പോലും, ദൈവത്തിന് പോലും ഈ തള്ള വേണ്ടല്ലോ. അതങ്ങനെ പറ. വെള്ളം വല്ലതും വേണോ? അഭിനയിക്കുന്നത് ഈ ചേട്ടൻ. സുഹൃത്തെ, ഞാൻ പറഞ്ഞല്ലോ, സീരിയൽ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമല്ല. പെണ്ണുങ്ങളുടെ വെപ്രാളവും അതുപോലെ തന്നെ ഈ ബ്രീത്തിങ്ങും കണ്ണുരുട്ടുന്ന സാധനം എല്ലാം വേണം. അപ്പൊ ഞാനിങ്ങനെ നിൽക്കുന്നതിൽ തീരുവാണോ? തീരുവാണ്. എന്തൊരു വിധിയാണ് ഈശ്വരാ. ഇപ്പതാണ് കറക്റ്റ്. നീ ഡയലോഗ് ഇല്ലേ? നീ പഴം പുഴുങ്ങിയതുപോലെ അങ്ങ് നിൽക്കുന്നു. അത്രേ ഉള്ളൂ. ഇതാണ് സംഭവം. കണ്ടോ, കണ്ടല്ലേ? പെണ്ണുങ്ങൾ സീരിയൽ ചെയ്ത് കഴിഞ്ഞാൽ അവർ വേർക്കത്ത് പോലും ഇല്ല. പക്ഷെ ഞാൻ ഇത്ര സാധനം പറഞ്ഞു കൊടുത്തപ്പോ എന്റെ അവസ്ഥ കൊണ്ടോ. ഇതാണ് ദൈവം ചിലർക്ക് മാത്രമേ ഓരോ വരം കൊടുക്കുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങൾ ചെയ്യാനാണ് ഭൂമിയിൽ ഈ സ്ത്രീകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ സീരിയലിന്റെ പേരെന്താ സാറേ? അംബികേച്ചി, സൂസനെ ചേച്ചി, അനുരാധയുടെ സൗണ്ട് അല്ലേ? കേട്ടിട്ട് എന്തോ കോൾ അടിച്ചിട്ടുണ്ടെന്നാ തോന്നുന്നത്. അടിച്ചടി ലോട്ടറി അടിച്ചു. നാളെ അഭിനയിച്ച് കാണിക്കേണ്ട സ്ക്രിപ്റ്റാ. നല്ല അടിപൊളി വേഷമാടി. നിങ്ങൾ നോക്കിക്കോ, ഞാനിതൊരു കലക്കും. പിന്നെ നിനക്ക് നിന്റെ ഓഫീസിൽ പോയി മറ്റുള്ളവരോട് പറയാം, സീരിയൽ നടി അനുരാധ എന്റെ ഫ്രണ്ട് ആണെന്ന്. ഷൈൻ ചെയ്. പറച്ചില് മാത്രം പോരാ, ചെലവും വേണം. ചെലവൊക്കെ ഞാൻ ചെയ്യൂലേ, പക്ഷേ ആദ്യം ഈ പണ്ടാര സ്ക്രിപ്റ്റ് പഠിച്ചിട്ട് റിഹേഴ്സൽ ചെയ്ത് നോക്കണം. അതിന് നീ എന്നൊന്ന് സഹായിക്കണം. ഞാനാ? ഹോസ്പിറ്റലിൽ വെച്ച് ഞാൻ ഒരു പ്രാവശ്യം നോക്കിയതാ. അപ്പൊ പവിത്രേട്ടനും ദിവാരേട്ടനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പൊളിക്കും. അല്ല, ഈ അംബിക ചേച്ചി എന്തോന്നും മിണ്ടാതിരിക്കുന്ന? മൗനവ്രതം? പക്ഷെ എന്താ ചേച്ചി ഇത്? ഇങ്ങനെ ഒരു നല്ല സമയം വരുമ്പോഴാണോ മൗനവ്രതം എടുക്കുന്നത്? ചേച്ചിക്ക് എന്നെ ഈ കാര്യത്തിലൊന്ന് സഹായിച്ചൂടെ? എന്തുവാ തലയാട്ടി കൊണ്ടിരിക്കുന്നത്?
സഹായിക്കുന്നതാ. ശരി, നീ സ്ക്രിപ്റ്റ് വായിക്കണം, ഞാൻ പോയി റെഡി ആയിട്ട് വരാം. വായിച്ചിട്ടിരിക്കേ. എന്തുവാടെ ഇത്? സ്ക്രിപ്റ്റ്. അവളൊരു സീരിയൽ താരമായിട്ട് വേണം അവളുടെ റെക്കമെൻഡേഷനിൽ എനിക്കൊന്ന് ട്രൈ ചെയ്യേ. മൗനവ്രതമാണെങ്കിലും ഇതിനൊരു കുഴപ്പമില്ല. ഇതാണ് സ്ക്രിപ്റ്റ്. നീ ഹരി, ഞാൻ മേനക. ആര്? ഹരി. ഞാൻ മേനക. അപ്പൊ ഇതില് ഹരി എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. ഹരിയുടെ ഡയലോഗ് മാത്രം വായിക്കാം. എന്തോന്നടി ഇത്? സ്ക്രിപ്റ്റ് പറയണ കേൾക്കുന്നു. സ്ക്രിപ്റ്റ്. ഹരിയുടെ ഡയലോഗ് മാത്രം വായിക്കാം. എന്റെ ഡയലോഗ് ഞാൻ പറഞ്ഞോളാം. പിന്നെ എവിടെയെങ്കിലും തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു തന്നാ മതി. അഭിനയിക്കണ്ട, നീ അഭിനയിക്കണ്ട, അത് അഭിനയിക്കാൻ വേറെ ആളുണ്ട് കേട്ടോ. അപ്പൊ നീ തകർത്തോ, ഞാൻ പൊളിച്ചടുക്കി തരാം. ഹരിയുടെ ഡയലോഗ് വായിക്കട്ടെ? വായിച്ചു. മേനകേ, ഞാൻ കുറച്ച് വൈകി. ഓഫീസിൽ നല്ല തിരക്കായിരുന്നു. ജോലി തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. എന്നോട് ഞാൻ എന്തോന്ന് പറഞ്ഞേ? വായിച്ചില്ലേ? ഇങ്ങനെയാണോ വായിക്കണേ? നീ ഇന്ന് അഭിനയിക്കേണ്ട, നീ വായിച്ചാ മതി. നോർമൽ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോ എങ്ങനെ വായിക്കണം അതുപോലെ അങ്ങ് വായിക്ക്. അഭിനയിക്കണ ഞാൻ ചെയ്തോളാം കേട്ടോ. അയച്ചുതരാം. റെഡിയാണോ? റെഡി. മേനകേ, ഞാൻ ഓഫീസിൽ നിന്ന് വൈകി. ഓഫീസിൽ നിന്ന് നല്ല ജോലി തിരക്കായിരുന്നു. ജോലി തിരക്ക് കാരണം ഇറങ്ങാൻ കഴിഞ്ഞില്ല. അല്ലെങ്കിലും ഹരി എന്റെ കാര്യത്തിന് എന്തെങ്കിലും നേരത്തെ വന്നിട്ടുണ്ടോ? എപ്പോഴും തിരക്ക്. ഹരിയുടെ അമ്മയായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഹരി 10 മിനിറ്റ് നേരത്തെ വന്നേനെ. അയ്യോ, തെറ്റിപ്പോയിടി. ഇങ്ങനെ കൈ നീട്ടി സംസാരിക്കണം എന്ന് പറഞ്ഞു. ഒരിക്കൽ കൂടെ. അല്ലെങ്കിലും ഹരിയുടെ അമ്മയായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഹരി നേരത്തെ വന്നേനെ. 10 മിനിറ്റ് നേരത്തെ വന്നേനെ. നീ എന്തിനാണ്? എടി, ഇതാണ് അഭിനയം. നീ സീരിയലൊന്നും കണ്ടിട്ടില്ലേ? നമ്മളിങ്ങനെ കണ്ണൊക്കെ ഉരുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തലയൊക്കെ ആട്ടി ഇങ്ങനെ പറയണം. അടുത്ത വായിക്ക് ഹരിയുടേത്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ അമ്മ ഒരുപോലെ അല്ലേ? അത് കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, ഭർത്താവാണ് ഭാര്യയുടെ കാര്യം നോക്കേണ്ടത്. നിങ്ങളുടെ അമ്മയുടെ കാര്യം നോക്കാൻ അമ്മയുടെ അച്ഛനുണ്ടല്ലോ അല്ലേ? അങ്ങനെയല്ലേ? അമ്മയുടെ അച്ഛനാ? നീ അപ്പൊ ഡയലോഗ് ഒന്ന് വായിച്ചേ. അച്ഛൻ ഉണ്ടെന്നല്ലേ? അമ്മയുടെ നിങ്ങളുടെ അച്ഛനുണ്ടല്ലോ. സോറി, ഒന്നൂടെ ഡയലോഗ് പറ. നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ അമ്മ ഒരുപോലെ അല്ലേ? അയ്യോ, കേൾക്കാൻ എന്തൊരു സുഖം. ഹരി, ഭാര്യയുടെ കാര്യം നോക്കേണ്ടത് ഭർത്താവാണ്. നിങ്ങളുടെ അമ്മയുടെ കാര്യം നോക്കാൻ അമ്മയുടെ ഭർത്താവുണ്ടല്ലോ. വായിക്കടി ഹരിയുടേത്. പക്ഷെ അമ്മയൊന്നും അമ്മയല്ലേ? നിങ്ങൾ അമ്മയെ കെട്ടിപ്പിടിച്ചിരുന്നോ? ഇന്ന് വൈകിട്ട് നേരത്തെ വന്നിട്ട് സിനിമയ്ക്ക് ഷോപ്പിങ്ങിന് പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞതല്ലേ? അടുത്ത വായിക്കട്ട. നീ വിഷമിക്കണ്ട. നീ വിഷമിക്കണ്ട, നമുക്ക് ഇന്ന് തന്നെ പോവാ. നീ റെഡി ആയിക്കോ. ഞാൻ അങ്ങനെ പറഞ്ഞതില് നിനക്ക് സന്തോഷായ? ഇങ്ങോട്ട് ഇവിടെ വന്നിരിക്കും. നിന്റെ അഭിനയം കണ്ട് ഞാൻ എന്നെ തന്നെ ഇങ്ങനെയാണ് അഭിനയിക്കേണ്ടത്. കണ്ട് പഠിക്കുന്നിട്ട് വായിക്കത് അടിച്ച്. അപ്പൊ വായിക്കട്ടെ? വായിക്ക്. എനിക്ക് ഈ മൊത്തം അങ്ങോട്ട് അരി വറക്കാനൊന്നും വയ്യ. ഞാൻ ലാസ്റ്റ് ഡയലോഗ് പറയാം. എടി, മൊത്തം വായിച്ചാലേ ഫീൽ ചെയ്തിട്ടുള്ളൂ. റിഹേഴ്സൽ ചെയ്യണ്ടേ? നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഞാൻ ആ ഫീലില് പറഞ്ഞു തരാം. ശരി, നീ കഴിഞ്ഞ ആഴ്ച വന്നിരുന്ന 5 ലക്ഷം രൂപയുടെ നെക്ലസ് ഇട്ടോണ്ട് വാ. ഷോപ്പിങ്ങിന് പോകുമ്പോ നമുക്ക് അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് പോയാലോ? അടുത്ത വായിക്ക്. ഡയലോഗ് മറന്നുപോയി. എന്റെ ഡയലോഗ് ഞാൻ ഈ വായിക്കണ കറക്റ്റ് ആണോ എന്ന് നോക്കണേ. ഞാൻ ആ ഫീൽ ചെയ്യണോ? വേണ്ട, ഇനി ഞാൻ ചെയ്തോളാം. ഇനി ഹരിക്ക് ഡയലോഗ് ഇല്ല. നിങ്ങൾ എന്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. അപ്പൊ ശരി, ഷോപ്പിങ്ങിന് പോകുമ്പോ അമ്മയും കൂടി വിളിച്ചാലോ? എന്ത്? നിങ്ങൾ എന്റെ വായിലിരിക്കുന്ന കേൾക്കരുത്. എന്തിനും ഏതിനും ആ തള്ളയിലാണ് നിങ്ങൾക്ക് പറ്റില്ലല്ലേ? എന്തിനും ഏതിനും നിങ്ങൾക്ക് ആ തള്ള മതി. രാവിലെ എഴുതേക്കുമ്പോ പ്രാർത്ഥനയോട് പ്രാർത്ഥന. ഇവരൊന്നും ചത്തുപോടില്ലല്ലോ, ഇങ്ങനെ ഇരിക്കുവല്ലേ?
രാവിലെ എഴുന്നേക്ക്, കഴിക്കുക, ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, പ്രാർത്ഥിക്കുക. വൈകിട്ട് പ്രാർത്ഥിക്കുക, ഭക്ഷണം കഴിക്കുക. ഇതാണോ സീരിയല്? നിന്നോട് ഞാനിത് കറക്റ്റ് ആണോ നോക്കിക്കൊണ്ടിരിക്കാനാണോ പറഞ്ഞേ? നീ എന്റെ അഭിനയം കണ്ടോണ്ടിരിക്കുവാണോ? അഭിനയത്തിലങ്ങ് മുഴുകിപ്പോയി. തെറ്റുമ്മ പറഞ്ഞു തരണോന്ന് പറഞ്ഞിട്ട് പെണ്ണിന്റെ അവാർഡ് നിനക്കാണ്. നീ ഇവിടെ സത്യം പറഞ്ഞാൽ തള്ളയുടെ ഇത് നോക്കിക്കോളെ. സത്യം പറഞ്ഞാൽ ഈ തള്ളയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം ഓക്കെ. സത്യം പറഞ്ഞ ഈ തള്ളയുടെ ഒടുക്കത്തെ പ്രാർത്ഥന കാരണം ദൈവം പോലും വിളിക്കാത്തത്. നീ കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. ഇപ്പോഴാ ഞാനിന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലേ അത് എന്റെ സൗകര്യ. ഞാൻ ഇഷ്ടമുള്ളപ്പോ പ്രാർത്ഥിക്കും. വേണ്ട, ആരുടെയും ചെലവിലൊന്നല്ല ഞാൻ ഇവിടെ ജീവിക്കുന്നത്, സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ടാ. അയ്യോ ചേച്ചി, ചേച്ചിയല്ലേ ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്ക് നല്ല ജോലിയുണ്ട്, ശമ്പളമുണ്ട്. നിനക്കൊക്കെ ചീത്ത വിളിക്കണെങ്കിലേ നീ വേറെ ആരെയും പോയി വിളി. ചേച്ചി തെറ്റിദ്ധരിച്ചതാ. ഒരു തെറ്റിദ്ധാരണയുമില്ല. ഞാൻ മൗനവൃത്തിലായതുകൊണ്ടല്ലേ നീ ഇങ്ങനെ പറഞ്ഞത്. ഇന്ന് തന്നെ പറയാൻ കാരണം നോക്കിക്കോടി, എന്റെ വൃദ്ധം മുടക്കിയ നിന്റെ തലയിൽ ഇടുത്തേ വീഴും. അയ്യോ, നിന്റെ നാവ് പുഴുത്തോ. നോക്കിക്കോ, മൃഗാശുപത്രിയിൽ ചികിത്സക്ക് വന്ന ഏതെങ്കിലും കാള കുത്തിയിട്ടാവും നിന്റെ മരണം. അമ്പടി എന്തുവാടി ഇത്? മൗനവ്രതമൊക്കെ ഇത്രേ ഉള്ളോ? അയ്യോ, അമ്മാതിരി ഡയലോഗല്ലേ ഇവിടെ കിടന്ന് അടിച്ചത്. മൗനവ്രതം പോയില്ലെങ്കിലും ഉണ്ട് കഷ്ടം. പിന്നെ നിന്റെ അഭിനയം ഉണ്ടല്ലോ, മഹാ ബോറായിരുന്നു. അത് നീ പറയണ്ട. വാ തുറന്ന പ്രാർത്ഥന മാത്രമാണെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷെ ഇമാതിരി പച്ചത്തറി ഉണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായേ. അലീസേ, എന്നാ ആലീസേ? എന്തേ കയ്യിലൊക്കെ പിടിച്ച? ഞാൻ വായിച്ചൊക്കെ നോക്കി. പക്ഷെ എന്റെ പവിത്ര എന്തൊക്കെ ഇതിന്റെ അകത്ത് എഴുതി വെച്ചിരിക്കുന്നത്? എന്തോ അയ്യേ, ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? എന്റെ ദൈവമേ, എന്റെ ആലീസ, ഇത് ജീവിതമല്ല, ഇത് സീരിയലാണ്. നടന്ന കാര്യങ്ങളായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ട് ഇത് നാട്ടുകാർക്കൊന്നും കാണത്തില്ല. സീരിയൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഈ ലോകത്തിൽ നടക്കാത്തതും ഇനി നടക്കാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഉദാഹരണത്തിന് നമ്മുടെ ഈ സീരിയലിലെ നടി രാധാമണിക്ക് ഭർത്താവല്ലാതെ വേറൊരു പ്രേമം. ഇത് ഈ സീരിയലിന്റെ ഒക്കെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലായില്ലേ? എല്ലാ സീരിയലും നോക്കിയാലും ഇതാണ് സംഭവം. അപ്പൊ നേരെ മറിച്ച് നമ്മുടെയൊക്കെ നാട്ടുപുറത്താണെങ്കിലും ഈ പെണ്ണുമ്പിള്ളക്ക് ഈ കാമുകന്റെ കൂടെ ഒളിച്ചോടി അങ്ങ് പോയാൽ മതി. പക്ഷേ സീരിയൽ അങ്ങനെയല്ല. ഈ ഭർത്താവിനെ കൊന്ന് ഭർത്താവിന്റെ സ്വത്തുക്കൾ മുഴുവനും അടിച്ചു മാറ്റി ഭർത്താവിന്റെ അമ്മേനെ ദ്രോഹിക്കാവുന്നതിന്റെ പരമാവധി ദ്രോഹിച്ച് പുള്ളിക്കാരന്റെ അനിയത്തിയുടെ കല്യാണവും മുടക്കി ചേട്ടത്തിയുടെ ഗർഭവും കലക്കി പണ്ടാര വടങ്ങി മൊത്തം നശിപ്പിച്ച് നാരായണക്കല്ല് പിടിപ്പിച്ചിട്ടേ ഇവരടങ്ങുള്ളൂ. ഞാനൊരു കാര്യം പറയട്ടെ, ഈ രാധാമണി എന്നുള്ള പേര് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ അഭിനയിക്കാൻ വരുന്നവരുടെ ഇഷ്ടത്തിനല്ല കഥാപാത്രത്തിന്റെ പേരിടുന്നത്. രാധാമണി അത് മതി. പഠിച്ച ഡയലോഗ് ഒന്ന് പറഞ്ഞ് കേക്കട്ടെ. അല്ല, ഡയലോഗ് ഞാൻ എങ്ങനെ ഒറ്റക്ക് പറയാനാ? മാത്രമല്ല ഫസ്റ്റ് ഡയലോഗ് അജയന്റെയാ. അജയന്റെയാ? കാണിച്ചു നോക്കട്ടെ. ഓഹോ, അപ്പൊ ഈ കഥയിലെ കാമുകനാണ് അജയൻ. ഈ അജയൻ രാധാമണിയുമായി ഒളിച്ചോടാൻ പോകുന്നതാണ് സന്ദർഭം. അപ്പൊ എന്തായാലും ഞാൻ ഈ സാധനം ഒന്ന് അഭിനയിച്ച് കാണിക്കാം. ശ്രദ്ധിച്ചോണ്ടോ? ഞാനിത് അഭിനയിക്കുവാണ്. രാധാമണി, നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഇവിടെ എങ്ങനെയുണ്ടല്ലോ രക്ഷപ്പെടാം. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവൻ അപകടത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ബാ, നമുക്ക് എങ്ങോട്ടും പോയി രക്ഷപ്പെടാം. എന്റെ എല്ലായിടത്തും ഡയലോഗ് അങ്ങനെ പോകാനൊന്നും പറ്റത്തില്ല. വിഷ്ണുവേട്ടന്റെ സകല സ്വത്തുക്കൾ ഉപേക്ഷിച്ചിട്ട് പോകാൻ ഞാനത്ര മണ്ടിയൊന്നും അല്ല. അജയൻ ചേട്ടൻ കുറച്ച് നാളും കൂടെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് നമുക്ക് പിന്നെ ഒളിച്ചോടാം. കറക്റ്റ് അല്ലേ? അല്ല, മുഴുവൻ കഴിഞ്ഞു. ഞാൻ ഒരു ഒറ്റ വാക്ക് പോലും തെറ്റിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ചുമ്മാ പെണ്ണുങ്ങൾ ഇവിടെ ഇരുന്നുണ്ട് വള സംസാരിക്കുന്ന പോലെ അല്ല. ഇത് സീരിയലാണ്. സീരിയലാകുമ്പോ അതിൻ്റെതായിട്ടുള്ളൊരു മോഡുലേഷൻ പറയണം. ശരിയായില്ലേ? ഞാനൊന്ന് പറഞ്ഞു തരാം, നിങ്ങൾ അത് മനസ്സിലാക്കാം. രാധാമണിയുടെ ഡയലോഗ്. രാധാമണിയുടെ ഇത് ശ്രദ്ധിച്ച് കേട്ടോ. അങ്ങനെ ഇട്ടേച്ചു പോകാൻ ഒന്നിനെ കൊണ്ട് പറ്റില്ല. എന്റെ കണ്ണിപ്പൊ പൊട്ടിയാനെ. ഇതാ ശ്രദ്ധയില്ല, കണ്ണു കൊത്തി പൊട്ടിച്ചതല്ല ആലീസേ. പിന്നെ ഇത് അഭിനയമാണ്. നമ്മുടെ ഈ രാധാമണി അഭിനയിക്കുകയാണ്. ഇത് ബോഡി ലാംഗ്വേജ് വിത്ത് ഡയലോഗ് പ്രസന്റേഷനാ. നിങ്ങൾ ശ്രദ്ധിക്കാം.